നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം അത് കൊലപാതകമാണെന്ന സംശയം കുടുംബം ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. ആ ഹർജി നാളെ കോടതി പരിഗണിക്കുകയാണ്. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. മരണം കൊലപാതകമെന്ന സംശയം ഉന്നയിച്ച കുടുംബം കൊന്ന് കെട്ടിത്തൂക്കാനുള്ള സാധ്യത പരിശോധിച്ചില്ലെന്ന ആക്ഷേപം. കുടുംബാംഗങ്ങൾ എത്തും മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് സംശയകരമെന്നും കോടതിയിൽ കുടുംബം. നാടിനെ നടുക്കി നാട്ടികയിലെ റോഡപകടം. ലോറി പാഞ്ഞുകയറി മരിച്ചത്. റോഡരികിൽ കിടന്നുറങ്ങിയ 5 പേർ. മരിച്ചവരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ലോറി ഓടിച്ചത് മദ്യലഹരിയിലെന്ന് പോലീസ്. ക്ലീനർക്കും ഡ്രൈവർക്കുമെതിരെ കേസ്. കെ സുരേന്ദ്രൻ BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരും. ഉടൻ നീക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം. മാധ്യമങ്ങളെ പഴിചാരി BJP അധ്യക്ഷൻ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. നേതൃത്വത്തിൽ കുറുവാ സംഘമെന്ന് കോഴിക്കോട് പോസ്റ്ററുകൾ. നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ PK കൃഷ്ണദാസ് പക്ഷം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രമക്കേടെന്ന ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിലെ അന്തരം പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടുത്താത്തതുകൊണ്ട് നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ വേണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന് പ്രൗഢോജ്വല തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് പിന്നിൽ ഭരണഘടനയെന്ന് ദ്രൗപദി മുർമു. 75 രൂപ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പും പുളിയുമില്ല എന്ന് ആരോപിച്ച് മർദ്ദിച്ചുവെന്ന് പരാതി. ഭർത്താവ് രാഹുൽ P. ഗോപാൽ റിമാൻഡിൽ. മർദ്ദന വിവരം പുറത്തറിഞ്ഞത് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ. വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാനാവുന്നില്ല. ജാഗ്രത നൽകാനല്ലാതെ നടപടിയെടുക്കാൻ മാർഗമില്ലെന്ന് പോലീസ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് CBI അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. നവീൻ ബാബു കൊല്ലപ്പെട്ടതാകാമെന്ന സംശയമുയർത്തിയാണ് ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നവീൻ ബാബുവിനെ കൊന്നതിനുശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന സാധ്യത പരിശോധിക്കപ്പെട്ടില്ല. യാത്രയയപ്പ് ചടങ്ങിനു ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു. മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനായില്ല. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നിട്ടും കുടുംബം എത്തുന്നതിനു മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണത്തിൽ പരാജയപ്പെട്ടു. തെളിവുകൾ മറയ്ക്കാനും പ്രതിക്ക് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വിധത്തിലും അന്വേഷണ സംഘം ഇടപെടൽ നടത്തുന്നുവെന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. അതിനാൽ നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ADM നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജി നേരത്തെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 3 വിധി പറയാനായി മാറ്റി. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ, കളക്ട്രേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ശക്തമായ നീക്കം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കുടുംബത്തിനൊപ്പമെന്ന് ഉറപ്പുകൊടുത്ത CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഹർജി. ഈ സയന്റിഫിക് എവിഡൻസ് ഇപ്പോൾ അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ പോയി എന്നുള്ളതൊന്നും നമുക്ക് പറയില്ല. ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ CCTV വിഷ്വൽസ് മാത്രമേ ഉണ്ടാവും.
ഇതുകൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ കേസിൻ്റെ അന്വേഷണത്തെ വളരെ അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി. അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത്. ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ന്യൂസ് 18 കൊച്ചി. നാട്ടികയിലെ അപകടത്തിന് ഞെട്ടൽ മാറാതെ കേരളം. തൃശൂർ നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞുകയറി വൻ ദുരന്തം. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നുവെന്നും ക്ലീനറാണ് വാഹനമോടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ നിരോധിച്ചയിടത്താണ് നാടോടി കുടുംബങ്ങൾ അന്തിയുറങ്ങിയത്. വാഹനങ്ങൾ എത്താതിരിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇവിടേക്കാണ് തടിയുമായി എത്തിയ ലോറി പാഞ്ഞുകയറിയത്. 2 കുട്ടികളടക്കം 5 പേർ സംഭവസ്ഥലത്ത് മരിച്ചു. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗഴി എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് സാരമായി പരുക്കേറ്റു. അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ടുപോയി. ഇത് നാട്ടുകാർ തടയുകയായിരുന്നു. അപകടസ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന മരിച്ചവരുടെ വസ്തുക്കൾ നൊമ്പരക്കാഴ്ചയായി. ഒപ്പമുണ്ടായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കൾ. സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസ്, ക്ലീനർ അലക്സ് എന്നിവർ അറസ്റ്റിലായി. ഇവർക്കെതിരെ മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികൾ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയതായും അവിടം മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു. അപകടസമയം ലോറി ഓടിച്ചത് ക്ലീനറായിരുന്നു. ഇയാൾക്ക് ലൈസൻസ് ഇല്ല. മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും. ഇപ്പോൾ തന്നെ RC ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസ് പോവും, പിന്നെ പെർമിറ്റും പോവും. RC ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ്, രജിസ്ട്രേഷൻ പരിപൂർണമായിട്ടും റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രിയിലൊരു പരിശോധന, വളരെ ഈ ട്രക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളെല്ലാം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്തും. നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന നാടോടികളെപ്പറ്റി വിവരശേഖരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി ഏലപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ സ്ത്രീക്ക് ദാരുണാന്ത്യം. ഉപ്പുതറ ചീന്തല സ്വദേശി സ്വർണ്ണമ്മയാണ് മരിച്ചത്. മലയോര ഹൈവേയിൽ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലാണ് സംഭവം. ബസിന്റെ വാതിലിന് സമീപം നിൽക്കുകയായിരുന്നു സ്വർണ്ണമ്മ. അപകട കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ KSRTC MD നിർദ്ദേശം നൽകി. പാലക്കാട് തൃത്താല പട്ടിത്തറ തലക്കശ്ശേരിയിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ അപകടമുണ്ടായി. ഡ്രൈവർക്ക് നിസ്സാരമായി പരിക്കേറ്റു. പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. തൃശൂർ മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പിറകിലിടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സ്കൂൾ ബസ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്താണ് നിന്നത്. ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. പാലക്കാട് ഒറ്റപ്പാലത്ത് 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. ചുനങ്ങാട് സ്വദേശി ഉണ്ണിക്കുട്ടൻ, ഇന്ദുജ ദമ്പതികളുടെ മകൻ അദ്വിനാണ് മരിച്ചത്. സൈക്കിൾ ഓടിച്ച് കളിക്കുന്നതിനിടെയാണ് കിണറ്റിലേക്ക് വീണത്. നാട്ടുകാർ കിണറ്റിലിറങ്ങി കുട്ടിയെ പുറത്തെടുത്തുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ റിമാൻഡിൽ. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. ഭാര്യയുടെ പരാതിയിൽ രാഹുലിനെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. മീൻ കറിക്ക് പുളിയും ഉപ്പും ഇല്ല എന്ന് ആരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. നേരത്തെ ഈ ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പിലെത്തിയിരുന്നു.
വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ യുവതി ഗാർഹിക പീഡനത്തിനിരയായ സംഭവം വലിയ ചർച്ചയായിരുന്നു. വിവാദങ്ങൾക്കിടെ ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് താൽപ്പര്യമെന്നറിയിച്ച് യുവതി രംഗത്തെത്തിയതോടെ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മാസങ്ങൾ പിന്നിടുമ്പോൾ ഭർത്താവ് രാഹുലിനെതിരെ അതേ പരാതി ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ മർദ്ദനത്തിൽ പരാതിയില്ലെന്നാണ് ആദ്യം യുവതി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. മീൻകറിക്ക് ഉപ്പും പുളിയും കുറഞ്ഞെന്ന് പറഞ്ഞ് ഭർത്താവായ രാഹുൽ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി. യുവതിയുടെ കണ്ണിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അമ്മയെ ഫോണിൽ വിളിച്ചതിന്റെ പേരിൽ ഭർത്താവ് ഉപദ്രവിച്ചതായും പരാതിയിലുണ്ട്. 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിച്ചതായും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവാദമില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അതിനിടെ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ രാഹുലിനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് പാലാഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭാര്യയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്ക് എതിരെ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. വാട്സാപ്പിനെയും സൂക്ഷിക്കണം, ഉണ്ട് ഹാക്കർമാർ. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിനിടയിലും സംസ്ഥാനത്ത് വാട്സാപ്പ് ഹാക്കിംഗ് തട്ടിപ്പ് തുടരുകയാണ്. മെറ്റയ്ക്ക് പരാതി നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും പലർക്കും വാട്സാപ്പിലുള്ള നിയന്ത്രണം തിരികെ കിട്ടിയിട്ടില്ല. ജാഗ്രത നൽകിയതിനപ്പുറം പോലീസും വിഷയത്തിൽ കൈമലർത്തുകയാണ്. ഇതുവരെ പുറത്തുവന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് വാട്സപ്പ് ഹാക്കിംഗ്. സ്വന്തം നമ്പറിലുള്ള അക്കൗണ്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പിന് പുറമെ വ്യക്തിയുടെ സ്വകാര്യതയും നഷ്ടമാക്കും. സ്വന്തം പേരിലുള്ള വ്യാജൻ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവരെ തേടിയെത്തും. തട്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? പരിചിത നമ്പറിൽ നിന്നും 6 അക്ക ഡിജിറ്റൽ കോഡ് തേടി വാട്സപ്പ് സന്ദേശമെത്തും. പ്രതികരിക്കുന്നവരുടെ അക്കൗണ്ട് അതോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. കോണ്ടാക്ട് നമ്പറുകളിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമെത്തും. ചിലപ്പോൾ നിയന്ത്രണം തിരികെ ലഭിക്കാൻ നമ്പറിന്റെ ഉടമയോടും ഹാക്കർമാർ പണം ആവശ്യപ്പെടും. പോലീസ് ജാഗ്രത നൽകിയിട്ടും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുകയാണ്. തട്ടിപ്പ് നടക്കുന്നതറിഞ്ഞ് ജാഗ്രത പുലർത്തിയവരും ഹാക്ക് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇതിലേക്ക് പെട്ടെന്നൊരു പോപ്പപ്പ് പോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ വരുന്നു. ഈ നമ്പർ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇത് സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ആയതാണെന്ന് കരുതുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് പോയതായിരിക്കാം. ഈ പിൻ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് വാട്സാപ്പിലേക്ക് എൻ്റർ ആകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നു. അതിന് തൊട്ട് പുറകെ നമ്മൾ സ്വാഭാവികം ചിലപ്പോൾ വാട്സാപ്പ് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ വരുന്ന കോള്, അത്തരത്തിലൊരു കോള് വന്നിരുന്നു. ആ കോൾ ഞാൻ ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടില്ല. വാട്സപ്പ് ഉടമസ്ഥരായ മെറ്റയ്ക്ക് പരാതി നൽകുക മാത്രമാണ് ഏക വഴി. പക്ഷേ ഇത് പലപ്പോഴും ഫലം കാണുന്നില്ല. എവിടെയാണോ ഈ തട്ടിപ്പ് വരുന്നത് ആ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും വരുന്നത്. അവര് പലപ്പോഴും നമ്മളുടെ ഒരു അന്വേഷണ സംഘം ആ സംസ്ഥാനത്ത് എത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഇവര് അവരുടെ പൈസ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് അവരിലേക്ക് എത്താൻ പറ്റും. കാരണം അതിനൊരു സഹായം വേണ്ടത് മെറ്റയുടെ, അതായത് ഇവരുടെ പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം ഇതിന്റെ ഏത് നമ്പറിൽ നിന്നാണ്, ഏത് IP ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൽകേണ്ടത് മെറ്റയാണ്. അപ്പൊ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന മറുപടിക്കുള്ള കാലതാമസം വരുമ്പോഴത്തേക്കും സാധാരണ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്കെങ്കിലും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാക്കർമാരുടെ ചതിയിൽ വീണ് പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ബാങ്കുകളും കൈമലർത്തുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കൂടുതൽ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഏക പോംവഴി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലെ അധിക വോട്ട് റിപ്പോർട്ട് തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ദ വയർ പുറത്തുവിട്ട കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കമ്മീഷൻ പറയുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടുണ്ടെന്ന റിപ്പോർട്ടാണ് നേരത്തെ പുറത്തുവന്നത്. വിവരങ്ങളുടെ വിശകലനത്തിലാണ് ഈ അന്തരം കണ്ടെത്തിയത്. എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ 6,45,92,508 ആണ്. മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമാണിത്. 8 മണ്ഡലങ്ങളിൽ എണ്ണപ്പെട്ട വോട്ടുകൾ പോളിംഗ് കണക്കുകളേക്കാൾ കുറവാണ്. ശേഷിച്ച 280 മണ്ഡലങ്ങളിൽ വോട്ടുകൾ പോളിംഗിനേക്കാൾ കൂടുതലായിരുന്നു.
പോളിംഗിനേക്കാൾ 4538 വോട്ടുകൾ അധികമായ അഷ്ടി മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ അന്തരമുള്ളത്. ഒസ്മാനാബാദ് മണ്ഡലത്തിൽ 4155 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇത്തരം പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വന്നേക്കാവുന്ന തെറ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ വ്യത്യാസം മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ കണക്കുകൾ. ഗോത്ര സംവരണ മണ്ഡലമായ നവാപൂർ തന്നെയാണ് ഇതിന് ഉദാഹരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 81.15%. മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,95,786 പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരം ഇതിൽ 81.15% 2,40,40,022 വോട്ടുകളായിട്ടാണ് കണക്ക് വരുന്നതെന്നിരിക്കെ മണ്ഡലത്തിൽ എണ്ണിയത് 2,41,191 വോട്ടുകളാണ്. വോട്ടർമാരെക്കാൾ 1,171 വോട്ടുകളാണ് ഇവിടെ കൂടുതലുള്ളത്. മണ്ഡലത്തിലെ ഭൂരിപക്ഷം 1,122. ഇതുതന്നെയാണ് മാവൽ മണ്ഡലത്തിലെ അവസ്ഥയും. എന്നാൽ ഇവിടെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 3,86,172 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം 72.59%. അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ 2,80,319 പേരാണ്. എന്നാൽ ഇവിടെ എണ്ണിയ വോട്ടുകളുടെ എണ്ണം 2,79,081. പോളിംഗിനേക്കാളും 1,238 വോട്ടുകളുടെ കുറവുണ്ട് ഇവിടെ. ഈ സാഹചര്യത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. അവസാന മണിക്കൂറുകളിൽ പോളിംഗ് നിരക്ക് കുത്തനെ ഉയർന്നതിലും ക്രമക്കേടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പുകളിലെ വോട്ടെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ ആക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. നിങ്ങൾ വിജയിച്ചാൽ EVMകൾ നല്ലതാണെന്നും തോൽക്കുമ്പോൾ കൃത്രിമം നടത്തുന്നുവെന്നുമാണ് പറയുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പൊതു താൽപര്യ ഹർജി ജസ്റ്റിസുമാരായ വിക്രംനാഥ്, PV വാരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തള്ളിയത്. 150ഓളം രാജ്യങ്ങളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് നടക്കുന്നത് ബാലറ്റ് പേപ്പറിലൂടെയാണെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ ബെഞ്ച് തയ്യാറായില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിൽ എന്തിനാണ് എതിർപ്പെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികം വിപുലമായി ആചരിച്ച രാജ്യം. ഭരണഘടന രാജ്യത്തിന്റെ നെടുന്തൂണാണെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 75ാം വാർഷികത്തിൽ 75 രൂപയുടെ നാണയവും പുറത്തിറക്കി. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കും ഇതോടെ തുടക്കമായി. सभासदों, महामहिम राष्ट्रपति जी, ഭരണഘടനാ നിർമ്മാണത്തിന്റെ മഹത്തായ സംവാദങ്ങൾക്ക് വേദിയായ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ തന്നെയായിരുന്നു 75ാം വാർഷിക ദിനാചരണം. സെൻട്രൽ ഹാളിൽ 11 മണിക്ക് രാഷ്ട്രപതി എത്തിയതോടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് മുഖ്യ പങ്കുവഹിച്ച ഭരണഘടന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്നും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി പറഞ്ഞു. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. ഭരണഘടനയുടെ ആമുഖം അംഗങ്ങൾക്ക് രാഷ്ട്രപതി ചൊല്ലിക്കൊടുത്തു. हम भारत के लोग भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए तथा उसके समस्त नागरिकों को सामाजिक, आर्थिक और राजनैतिक न्याय, विचार, अभिव्यक्ति, विश्वास, धर्म और उपासना की स्वतंत्रता. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അടിയന്തരാവസ്ഥ പരാമർശിച്ചപ്പോൾ ഭരണഘടന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്നതായി സ്പീക്കർ ഓം ബിർള. पूरी गरिमा और मर्यादा से अपनी सहमति असहमति व्यक्त करते हुए संविधान की रचना की. That June 25 is now set to be celebrated every year, reminding us of the emergency, the darkest period when fundamental rights of citizens were suspended. 75ാം വാർഷികത്തിൽ 75 രൂപയുടെ നാണയം പുറത്തിറക്കി. ഭരണഘടനയുടെ സംസ്കൃതം പതിപ്പും പ്രത്യേക തപാൽ സ്റ്റാമ്പും പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ തുടങ്ങിയവർ രാഷ്ട്രപതിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. ചടങ്ങിൽ പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം
സർക്കാർ തള്ളി. പ്രധാനമന്ത്രിയും ചടങ്ങിൽ സംസാരിക്കുന്നില്ലെന്നായിരുന്നു വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് രാജ്യം സാക്ഷിയായിട്ട് ഇന്നേക്ക് 16 വർഷം. മുംബൈ നഗരത്തിന്റെ മർമ്മപ്രധാന കേന്ദ്രമായിട്ടുള്ള ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനടക്കം നടന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളാണ്. അജ്മൽ കസബ് ഉൾപ്പെട്ട ലഷ്കർ ഇ തോയ്ബ സംഘം മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് 3 ദിനങ്ങളായിരുന്നു. 2006 ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു 2008-ലേത്. AK-47 ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും പല സ്ഥലങ്ങളിൽ ഒരേ സമയത്തുണ്ടായ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു ഭീകരരുടെ നീക്കം. വിദേശികളും സാധാരണക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും NSG കമാൻഡോകളടക്കം മരണപ്പെട്ടു. പത്ത് പേരടങ്ങിയ ഭീകരസംഘത്തിൽ ജീവനോടെ പിടികൂടിയത് അജ്മൽ കസബിനെ മാത്രമായിരുന്നു. വിചാരണയ്ക്ക് ശേഷം അജ്മലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിപുലീകരണത്തിനും മുംബൈ ആക്രമണം കാരണമായി. ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരാണെങ്കിലും മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന പൊതുജനരോഷം എതിർപ്പുകളില്ലാതെ NIA എന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായി. അപ്രതീക്ഷിതമായി ജീവൻ പൊലിഞ്ഞവരെയും പൊരുതി നിന്നവരെയും രാജ്യം ഇന്നും ഓർക്കുന്നു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓർമ്മദിനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം കുടുംബം വീണ്ടും വാർത്തകളിലേക്ക്. BJP-യിൽ പരസ്യപ്പോരാ. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രനെ ഉടൻ മാറ്റില്ല. നേതൃമാറ്റത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. വിമത നീക്കമാണ് പാലക്കാട്ടെ പരാജയ കാരണമെന്ന് K. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് വഴങ്ങേണ്ട എന്ന നിലപാടിലാണ് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ. ഇതോടെ BJP-യിൽ ഉണ്ടായ പൊട്ടിത്തെറി ഉടനൊന്നും കെട്ടടങ്ങില്ല എന്നും ഉറപ്പായി. വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അധ്യക്ഷ പദവിയിലേക്ക് V. മുരളീധരൻ റെഡിയായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, രാവിലെ തന്നെ വേറെ. കേന്ദ്ര നേതൃത്വം ഉടൻ കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് K. സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ. BJP-യിൽ ഉൾപാർട്ടിപ്പോര് രൂക്ഷമാണെങ്കിലും ഉടൻ K. സുരേന്ദ്രനെ നീക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അംഗത്വ വിതരണത്തിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് BJP. ഈ ഘട്ടത്തിൽ നേതൃമാറ്റം ഗുണം ചെയ്യില്ല. ഫെബ്രുവരി അവസാനമോ മാർച്ചിലോ പുതിയ അധ്യക്ഷനെത്തും. സുരേന്ദ്രനെതിരെ വീണുകിട്ടിയ ആയുധം കരുതലോടെ ഉപയോഗിക്കുകയാണ് എതിർചേരി. നേതൃമാറ്റം ആവശ്യപ്പെടുമോ? അല്ലല്ല, നോക്കൂ, ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും പച്ചപിടിക്കാൻ പോകുന്നില്ല. പുറമേക്ക് ശക്തമായ നീക്കത്തിനില്ലെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പക്ഷം K. സുരേന്ദ്രനെതിരെ കടുത്ത നീക്കങ്ങൾ ആരംഭിച്ചു. പാലക്കാട് നഗരസഭാ അംഗങ്ങൾ K. സുരേന്ദ്രനും കൃഷ്ണകുമാറിനുമെതിരെ നടത്തിയ നീക്കം ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിച്ചാണ് ശോഭാ ക്യാമ്പ് മുന്നോട്ട് നീങ്ങുന്നത്. അച്ചടക്ക നടപടിയെടുത്താൽ പാലക്കാട്ടെ ഒരു വിഭാഗം പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പും ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യം വയ്ക്കുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തോൽവിയിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിലുമാണ്. എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് V. മുരളീധരൻ വ്യക്തമാക്കിയതോടെ പകരക്കാരനാകാനുള്ള കരുനീക്കങ്ങൾ പാർട്ടിയിൽ ശക്തമാണ്. PK കൃഷ്ണദാസ്, MT രമേശ് അടക്കമുള്ളവരുടെ പേരുകളും
ഉൾപാർട്ടി ചർച്ചകളിൽ സജീവം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ഡിസംബർ 7-8 തീയതികളിൽ കൊച്ചിയിൽ യോഗം ചേരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷമേ ചർച്ചയുണ്ടാകൂ. പല നേതാക്കളും ഇന്നത്തെ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ എല്ലാ യോഗത്തിലും എല്ലാവരും പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. 7-8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെയും സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. പാലക്കാട് നഗരസഭയിൽ BJP CPM അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയി എന്ന CPM അംഗങ്ങളുടെ ചോദ്യമാണ് BJP അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. 3ാം സ്ഥാനത്ത് തുടരുന്ന CPMന്റെ വേദന തങ്ങൾക്കറിയാമെന്ന് BJP അംഗങ്ങൾ പരിഹസിച്ചു. BJPയുടെ തോൽവിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. BJP അലവലാതി പാർട്ടിയാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. BJPയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടമായി. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്താണ് പറയേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അടിയോട് ഇടിയെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞല്ലേ ഒരു അലവലാതി പാർട്ടിയായി ഇപ്പൊ മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന BJP ഒരു അലവലാതി പാർട്ടിയായി മാറിയെന്ന് പറയാൻ തെറ്റ് പറയാൻ പറ്റുമോ? കണ്ടില്ലേ കോർപ്പറേഷൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലുണ്ടാകും. അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത്. ഇത് മൈക്ക് കെട്ടി പറയണമെന്ന് നടക്കുന്നത്. ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നതിന്റെ പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്ക് ഒട്ടും സാധിച്ചിട്ടില്ല. പിന്നെ അവര് സുരേന്ദ്രനെ വെക്കണം, ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരുമല്ല, അവിടെ പാർട്ടിയല്ലേ. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് പുറത്തു പറയുമെന്നും EP പ്രതികരിച്ചു. പ്രസാധകർ പാലിക്കേണ്ട മര്യാദ DC ബുക്സ് പാലിച്ചില്ല എന്ന് വിമർശിച്ച EP ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കി. ഞാൻ ഒരു കരാറും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടുമില്ല. നമ്മളിതിൽ കാണേണ്ടത് സാധാരണ പ്രസാധകന്മാർ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിയുണ്ട്. ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ DC ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ അറിയാതെ. അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല, അവർ PDF മാറ്റിലല്ലേ വാട്സാപ്പിൽ കൊടുത്തത്. സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത്. കാരണം അതിൻ്റെ പ്രചരണം വാട്സാപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ. ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രസാധക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരമൊരു നടപടി സ്വീകരിക്കുക? അപ്പം തികച്ചും ആസൂത്രിതമാണത്. EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തെറ്റായ ദിവസമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായത് അന്തർനാടകമാണ്. EP ജയരാജനെയും സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് പ്രസിദ്ധീകരിച്ച സമയം ഒരു തെറ്റായ സമയമായിപ്പോയി. വലതുപക്ഷത്തിന് EP-നെ മനഃപൂർവ്വം നശിപ്പിക്കാനാണ് അത് പ്രസിദ്ധീകരിച്ചതെന്ന് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. +2 കോഴക്കേസിൽ സർക്കാരിനും EDക്കും തിരിച്ചടി. മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാരും EDയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വാക്കാലുള്ള പരാമർശങ്ങളെല്ലാം തെളിവുകളാണ് വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ നിരവധി പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയെന്നാണ് കേസ്.
തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം. ഹൈക്കോടതിയിൽ ആണ് ഇക്കാര്യം അറിയിച്ചത്. എഴുന്നള്ളിപ്പ് ഘോഷയാത്ര പോലീസ് തടസ്സപ്പെടുത്തിയെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അനാവശ്യമായ പോലീസ് ഇടപെടൽ മൂലം മഠത്തിൽ വരവ് ലളിതമായ ആചാരമായി ചുരുക്കിയെന്നും ദേവസ്വം അറിയിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നടപടികൾ സംശയമുണ്ടാക്കുന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. വയനാട് കൊല്ലിമൂല ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെയാണ് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ കേസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കർശന നടപടിക്ക് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. പുന്നമടയ്ക്ക് പകരം സീപ്ലെയിൻ പുറക്കാട്ടിറക്കാം. സീപ്ലെയിൻ പുന്നമടക്കായലിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മറ്റു ചില നിർദ്ദേശങ്ങളും സർക്കാർ നിയോഗിച്ച ശാസ്ത്രജ്ഞന്മാർ അടങ്ങുന്ന 6-അംഗ സമിതി കണ്ടെത്തിയിരുന്നു. അതിൽ പ്രധാനം പദ്ധതി കായലിൽ നിന്ന് മാറ്റി മറ്റു ചില ഇടങ്ങളിൽ കൂടി പരിഗണിക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ അനുയോജ്യമായ ഒരു ഇടമാണ് പുറക്കാട് പഞ്ചായത്തിലെ 600 ഏക്കർ വരുന്ന ഗാന്ധിവനം എന്ന സ്മൃതിവനം. പദ്ധതി കിട്ടിയാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ന്യൂസ് 18 ഫോളോ അപ്പ്. പുറക്കാട് പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്നുള്ള 642 ഏക്കർ പാടശേഖരമാണ് ഗാന്ധി സ്മൃതിവനം എന്നറിയപ്പെടുന്ന പഴയ മണക്കൽ പാടശേഖരം. ഒരു കാലത്ത് പുറക്കാടിന്റെ പ്രധാന നെല്ലറയായിരുന്ന ഈ പാടശേഖരം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വനമില്ലാത്ത ജില്ലകളിൽ വനവൽക്കരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇടത് പ്രതിഷേധത്തെ തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കലടക്കമുള്ള തുടർ പരിപാടികൾ അന്ന് നടത്താനായില്ല. കാടുപിടിച്ച് പോളകൾ നിറഞ്ഞ ഈ പ്രദേശം പാമ്പുകളുടെ പ്രധാന താവളമാണിപ്പോൾ. 2007 VS മുഖ്യമന്ത്രിയായിരിക്കെ IT പാർക്കിനായി 200 ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. 8 ഏക്കർ ചിറകെട്ടി ഉയർത്തിയതോടെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഇടപെട്ട് പരിസ്ഥിതി ലോല പ്രദേശമെന്ന് പറഞ്ഞു തടഞ്ഞു. ഇതോടെ വർഷങ്ങളായി ഈ പ്രദേശം ഇങ്ങനെയാണ്. ദേശീയപാത, കടൽ, ദേശീയ ജലപാത എല്ലാം 200 മീറ്റർ അകലത്തിൽ സ്മൃതിവനത്തിന് ചുറ്റുമുണ്ട്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി. സ്മൃതിവനത്തിലെ ജലാശയങ്ങൾ ആഴം കൂട്ടൽ പ്രക്രിയ നടപ്പിലാക്കി വാട്ടർ ഡോമും ടെർമിനലും സ്ഥാപിച്ചാൽ മറ്റാർക്കും ദോഷകരമല്ലാത്ത വിധത്തിൽ പദ്ധതി നടപ്പിലാക്കാനാകുമെന്ന് പഠനം നടത്തിയ ഡോക്ടർ KG പത്മകുമാർ പറയുന്നു. സീപ്ലെയിൻ പ്രൊജക്ടിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് പദ്ധതി വന്നാലും ഞങ്ങൾ അതിന് 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കും. സീപ്ലെയിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. സ്മൃതിവനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ഏറ്റെടുത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്ന് സർക്കാരിന് കരകയറാനാകും. പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിലും സീപ്ലെയിന് പാരിസ്ഥിതിക പ്രശ്നമില്ല എന്നതും ഗുണകരമാകും. പുറക്കാട് പഞ്ചായത്താകട്ടെ ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തെഴുതിയത്. ദേശീയപാത, ദേശീയ ജലപാത, കടൽ ഇത് ഇത്രയും ചേർന്ന ഒരു പ്രദേശം വേറെ എങ്ങുമില്ല. വളരെ വലിയ തരത്തിലേക്ക് ഞങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ടാകും. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇടമാണത്. പ്രതിഷേധിക്കുന്നവർക്ക് മുന്നിൽ മറുപടി നൽകാൻ സർക്കാരിന് തന്നെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ആ മറുപടിക്ക് തീർച്ചയായും ബലം നൽകുന്നതാണ് സീപ്ലെയിൻ പഠന റിപ്പോർട്ട്. പദ്ധതി വേണ്ട എന്ന് പറയുന്നവരെ മാത്രമല്ല സർക്കാർ പരിഗണിക്കേണ്ടത്, മറിച്ച് 2 കൈയും നീട്ടി പദ്ധതിക്കായി കാത്തിരിക്കുന്നവരെയും സർക്കാർ കൺതുറന്ന് കാണണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മറക്കരുത് വയനാടിനെ. ചൂരൽമലയുടെ അടിവാരത്ത് കാപ്പിത്തോട്ടത്തിന് നടുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു അണ്ണയ്യന്. സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ കൂറ്റൻ മരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീടും അതിനേക്കാൾ പ്രിയപ്പെട്ട കാപ്പിത്തോട്ടവും തുടച്ചുമാറ്റി. സർക്കാരിൻ്റെ കനിവ് കാത്തിരിക്കുന്ന പലരിൽ ഒരാളാണ് ഇപ്പോൾ അണ്ണയ്യൻ.
സ്ഥലമാണ് എൻ്റെ 2 ഏക്കർ തോട്ടാണ് ഈ കാണുന്നത്. ആ വേര് പൊന്തി നിൽക്കുന്നിടത്താണ് എൻ്റെ വീടുള്ളത്. ആ വീടും ഈ 2 ഏക്കർ സ്ഥലവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എൻ്റെ വീട്. ഈ അടുത്ത ഈ 5 വീടും വെള്ളത്തിൻ്റെ അത്താണ്. വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റും, ഒക്കെ വെള്ളത്തിൻ്റെ അത്താണ് ഈ പ്രദേശത്ത്. ഇത് നല്ലൊരു തോട്ടായിരുന്നു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ കൃഷി ചെയ്ത് നല്ല വരുമാനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നവംബറിലെ സൂര്യൻ തലയ്ക്കു മുകളിൽ പൊള്ളിക്കുമ്പോഴും അണ്ണയ്യൻ എന്ന 65-കാരൻ അതറിയുന്നില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ സൂര്യന്റെ ചൂടിനേക്കാൾ പൊള്ളുന്നുണ്ട് ആ ഉള്ള്. ആയുസ്സിന്റെ അധ്വാനമായിരുന്നു, സമ്പാദ്യമായിരുന്നു കാപ്പിയും കമുകും മുളകും നിറഞ്ഞ ആ 2 ഏക്കർ തോട്ടം. ഈ 2 ഏക്കർ തോട്ടം എന്ന് പറഞ്ഞ സാറേ, എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് വന്നിട്ട് 40 വർഷം എസ്റ്റേറ്റിൽ ജോലി ചെയ്തു സൂപ്പർവൈസറായിട്ട്. അതിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് മൊത്തം ഇവിടുന്ന് പോയത്. എന്നുവെച്ചാൽ കാപ്പിത്തോട്ടമായിരുന്നു. ഏക്കറയ്ക്ക് 45 ചാക്ക് കാപ്പി കിട്ടും. അതിന് പുറമെ അടക്ക കിട്ടും, കുരുമുളക് കിട്ടും. ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് പോയി. ഇപ്പം ജീവിക്കാൻ മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾക്കുള്ളത്. ഗവൺമെൻറ് ഇതെന്തെങ്കിലും ഒരു ലെവലിൽ ഇതൊരു മാറ്റി തരികയാണെങ്കിൽ എനിക്കിതിൽ വീണ്ടും കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ ഈ പരിസരത്തുള്ളവരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഈ നാട്ടിലെ ഏറ്റവും മികച്ച കാപ്പിത്തോട്ടങ്ങളിലൊന്നായിരുന്നു അണ്ണയ്യന്റേത്. കാട്ടിൽ നിന്ന് ഒഴുകി വന്നെത്തിയ കൂറ്റൻ മരത്തടികൾക്കിടയിൽ എവിടെയോ അതിർത്തി പോലും കണ്ടെത്താനാകാതെ കിടക്കുകയാണ് അണ്ണയ്യന്റെ സ്വപ്നഭൂമി. അതിർത്തി എവിടെയാണെന്നുള്ള അറിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അതേപോലെ എൻ്റെ അയൽവാസിക്ക് 1 ഏക്കർ തോട്ടം പോയി. അതിൻ്റെ അടുത്ത രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് 80 സെൻറ്റ് സ്ഥലം പോയി. അതേപോലെ ജയപ്രകാശിൻ്റെ അച്ഛനും അമ്മേൻ്റെ ഒരു 80 സെൻറ്റ് സ്ഥലം, സത്യൻ്റെ 70 സെൻറ്റ് സ്ഥലം കൂടുതലുള്ള ഒരു വ്യക്തിയിലായിരുന്നു ഞങ്ങളിവിടെ. അതിൽ അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇനിയൊരിക്കലും പഴയതുപോലെ ഒരു കാപ്പിത്തോട്ടം ഇവിടെ തീർക്കാനാകില്ലെന്ന് ഇദ്ദേഹത്തിനറിയാം. എല്ലാം നഷ്ടമായവരുടെ വേദന സർക്കാർ കാണാതെ പോകരുത് എന്നു മാത്രമാണ് ഇപ്പോൾ ഈ മനുഷ്യന്റെ അഭ്യർത്ഥന. സർക്കാർ ഒന്നും ഇതിനെപ്പറ്റി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് താമസിക്കുന്നവരുടെ സ്ഥിതി എന്താണെന്ന് പോലും സർക്കാർ അറിയുന്നില്ല. പിന്നെ ഒരു കിറ്റ് കൊടുക്കുന്ന സംവിധാനം മേപ്പാടിയിൽ വെച്ചിട്ട് ഈ കിറ്റ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ സാറേ, ഈ ചൂരമല ഭാഗത്ത് ഈ 4 വാർഡിലും ഈ വാർഡ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഗവൺമെൻറ് ഒരു തീരുമാനം വീടിൻ്റെ തന്നെ പുനരധിവാസത്തിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. സ്ഥലം എടുപ്പെന്ന് പറയുമ്പോൾ അത് കേസിലാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗവൺമെൻറ്റിക്ക് ഒരു തീരുമാനം എത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, കേരള ഗവൺമെൻറ് ആയാലും ശരി, 2 കൂട്ടരും അവർ പണ്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അവർ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത് ഉൾപ്പെടെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചർ എന്ന പേരിൽ നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിന്, കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് വയനാട് നമ്മളെല്ലാവരും മനസാക്ഷി തകർത്ത ആ ഒരു വിഷയത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പലതരത്തിലുമുള്ള ന്യായീകരണങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ MP's കോൺഫറൻസ് വളരെ വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ ഞങ്ങളുടേതായ നിർദ്ദേശങ്ങൾ, സാങ്കേതികമായ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തികഞ്ഞ നിഷേധാത്മക നിലപാടാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിയായിരുന്ന ആളുകൾ തന്നെ അതിനെ നിസാരവൽക്കരിക്കുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് MP's കോൺഫറൻസിൻ്റെ പൊതുവായ ഒരു വികാരം വയനാടിന് വേണ്ടി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുക, ഇരകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുക, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള നാമം സാങ്കേതികമായൊരു ടെർമിനോളജി ഇല്ല, കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചറാണ് എന്നുള്ളത് ആണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതോടൊപ്പം തന്നെ ഇരകളായിട്ടുള്ള ആളുകൾ, വീട് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന് സമാഹരിച്ചിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പദ്ധതികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്.
ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19-അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിലെ കവർച്ചയിൽ ദുരൂഹതകളേറെയാണ്. അതാണ് അന്വേഷണത്തിലെ പ്രധാന വെല്ലുവിളിയും. വീടിന്റെ തെക്കുഭാഗത്തെ മതിൽ ചാടിക്കടന്നാണ് ബുധനാഴ്ച രാത്രി 2 പേർ ഇരുനില വീട്ടിലെത്തിയത്. താഴത്തെ നിലയിലെ ചുമരിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തിരിച്ച് ദിശമാറ്റി വയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. വീടിന്റെ ഇടതുഭാഗത്തുള്ള കാർപോർച്ചിലെ CCTVയിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. 2 പേർ മതിൽ ചാടിക്കടക്കുന്നതും ഒരാൾ റോഡിന് സമീപം നിൽക്കുന്നതും പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിലുണ്ടെന്നാണ് സൂചന. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കവർച്ചാ സംഘം ആദ്യം വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത് അകത്ത് കയറാനാണ് ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടതോടെയാണ് അടുക്കള ഭാഗത്തെ ജനാലയുടെ ഇരുമ്പ് ഗില്ല് ഇളക്കി മാറ്റി അതുവഴി അകത്ത് കടന്നത്. വീടിനകത്ത് കടന്ന സംഘം ലോക്കർ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്കാണ് നേരെ പോയത്. 30 മുതൽ 45 മിനിറ്റുകൾക്കുള്ളിൽ കവർച്ച നടത്തി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. കിടപ്പുമുറിയിലെ ലോക്കറിലാണ് പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ലോക്കറിന്റെ താക്കോൽ ഒരു അലമാരയിൽ വെച്ച് പൂട്ടി. ആ അലമാരയുടെ താക്കോൽ മറ്റൊരു അലമാരയിലാണ് വെച്ചിരുന്നത്. ഈ താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് കവർച്ച നടത്തിയതെന്നാണ് വിവരം. എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കരുതുന്നു. അരിമൊത്ത വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്നത് 1 കോടി രൂപയും 300-ലേറെ പവൻ സ്വർണ്ണ വജ്രാഭരണങ്ങളുമാണ്. ആകെ 3 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അഷ്റഫിന്റെ മകൻ അദ്നാൻ അഷ്റഫ് വളപട്ടണം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ പോയെങ്കിലും ആ വഴിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. കുടുംബം യാത്ര പോകുന്നതും വീട്ടിൽ പണവും ആഭരണങ്ങളും ഉണ്ടെന്നതും കൃത്യമായി മനസ്സിലാക്കിയാണ് കവർച്ചയെന്നാണ് സംശയം. ബന്ധുവീട്ടിലേക്ക് താമസം മാറിയ അഷ്റഫിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു. കളക്ഷനായി കിട്ടിയ പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്നും യാത്ര പോയതിനാലാണ് ഇത് ബാങ്കിൽ അടയ്ക്കാഞ്ഞതെന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19-അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് തോറ്റിട്ടും അഡ്ലൈഡ് ടെസ്റ്റിനുള്ള അതേ ടീമിനെ നിലനിർത്തിയ ഓസ്ട്രേലിയ 2ാം ടെസ്റ്റിലും 13-അംഗ സംഘത്തെ നിലനിർത്തുമെന്ന് ഓസ്ട്രേലിയൻ ഹെഡ് കോച്ച് ആൻഡ്രൂ മക്ഡൊണാൾഡ് വ്യക്തമാക്കി. അതേസമയം ആദ്യ ടെസ്റ്റ് നഷ്ടമായ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ മടങ്ങിയെത്തും. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കുടുംബത്തിലെ അടിയന്തര സാഹചര്യത്തെ തുടർന്നാണ് ഗംഭീർ ഓസ്ട്രേലിയയിൽ നിന്നും മടങ്ങുന്നത്. 2ാം ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുൻപായി ഗംഭീർ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷ. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് 201 റൺസ് വിജയം. 2ാം ഇന്നിംഗ്സിൽ 132 റൺസിന് ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. 3 വിക്കറ്റ് വീഴ്ത്തിയ കെമാർ റോഷും ജേഡൻ സീൽസുമാണ് ബംഗ്ലാദേശിനെ ചുരുട്ടിക്കെട്ടിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം മത്സരത്തിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിഷനെ സമനിലയിൽ കുരുക്കി ഇന്ത്യൻ താരം ദൊമരാജു ഗുഗേഷ്. ആദ്യ മത്സരത്തിൽ 43 നീക്കങ്ങളിൽ ഡിങ് ലിഷെയ്ൻ വിജയം സ്വന്തമാക്കിയപ്പോൾ 2ാം മത്സരത്തിൽ ഗുഗേഷ് തിരിച്ചെത്തുകയായിരുന്നു. നിലവിൽ 1 പോയിന്റ് ലീഡിലാണ് ഡിങ്. 14 ഗെയിമുകളുള്ള ചാമ്പ്യൻഷിപ്പിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്നയാൾക്കാണ് കിരീടം സ്വന്തമാവുക. ശരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തരിൽ നിന്ന് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഈ നിർദ്ദേശം. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് നിർദ്ദേശം. നിശ്ചിത ഇടവേളകളിൽ കടകളിൽ പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ശബരിമല ക്ഷേത്ര തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തു. ശബരിമല 18ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് ADGP റിപ്പോർട്ട് തേടി. സംഭവം സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായതോടെയാണ് ഈ നടപടി. തിങ്കളാഴ്ച രാവിലെ ചുമതലയൊഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽ ഉൾപ്പെട്ട 18ാം പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന 30ഓളം പോലീസുകാരാണ് 18ാം പടിയിൽ പിന്തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. സംഭവം വിവാദമായതിനെ തുടർന്നാണ് ADGP റിപ്പോർട്ട് തേടിയത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. 18ാം പടിയിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച ശേഷം 18ാം പടിയുടെ താഴെ മുതൽ വരിവരിയായി നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു.
ഈ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കപ്പെട്ടതോടെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പോലീസ് നടത്തിയത് ആചാരലംഘനമാണെന്ന ആരോപണവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ ADGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. KP ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരാണ് ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംഭവം അനുചിതമായി എന്ന വിലയിരുത്തലാണ് സേനയ്ക്കുള്ളിലുള്ളത്. ന്യൂസ് 18 സന്നിധാനം. ശബരിമല സന്നിധാനത്ത് ഏറ്റവും ക്ലേശമേറിയ സേവനങ്ങളിലൊന്നാണ് 18ാം പടിയിലെ ഡ്യൂട്ടി. 18ാം പടിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഭക്തരെ കടത്തിവിട്ടാൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും കഴിയും. കല്ലും മുള്ളും കാലുക്കുമെത്തയാക്കി മല കയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ഏറെ വൈകാരികമാണ് പൊന്നും 18ാം പടി കയറ്റം. ഇരുമുടിക്കെട്ടുമേന്തി 18ാം പടിയിലെത്തുമ്പോൾ ഭക്തർ സ്വയം മറക്കും. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിത കരങ്ങൾ നിമിഷനേരം കൊണ്ട് തീർത്ഥാടകരെ കൊടിമര ചുവട്ടിലെത്തിക്കും. ഒരു മിനിറ്റിൽ 80 പേരെങ്കിലും പടിചവിട്ടിയാൽ തിരക്ക് നിയന്ത്രണ വിധേയം എന്നാണ് കണക്ക്. ശാരീരിക അധ്വാനം ഏറെ ആവശ്യമുള്ളതിനാൽ 15 മിനിറ്റ് ഇടവേളകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റും. സന്നിധാനത്ത് തന്നെ 18ാം പടി ഡ്യൂട്ടിക്കാർക്ക് വിശ്രമ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണവും ആരോഗ്യ പാനീയവുമൊക്കെ ഇവിടെ സജ്ജം. ഇപ്രാവശ്യം പുതിയതായിട്ടൊരു ലാഡർ സിസ്റ്റം ഉണ്ട്. ലാഡർ സിസ്റ്റം ആ ലാഡറിൽ നിന്നിട്ടാണ് അവർക്ക് 2 കൈയും കൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് സ്വയം വരെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ നമ്പർ 80ലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ 15 മിനിറ്റ് ഇടവിട്ട് മാറ്റും. അതെ, 15 മിനിറ്റ് ഇടവിട്ടിട്ടാണ് അവരെ മാറ്റുന്നത്. കാരണം അത് കായികമായിട്ട് ഒത്തിരി അധ്വാനമുള്ള ജോലിയാണ്. ഏറെ കായിക അധ്വാനം ആവശ്യമുള്ള ഡ്യൂട്ടിക്ക് പരമാവധി പരിചയസമ്പന്നരെയാണ് നിയോഗിക്കാറ്. ജോലി ശ്രമകരമെങ്കിലും 18ാം പടി ഡ്യൂട്ടി പലരും നിയോഗമായി കരുതുന്നു. നല്ല ടീം വർക്കാണിത്. ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ടീമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയും അതെ വളരെയധികം സന്തോഷത്തോടെയും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ക്ഷീണം അറിയില്ല. എന്നിരുന്നാലും നമ്മൾക്ക് കായികാധ്വാനം ഭയങ്കര ആവശ്യമായിട്ടുള്ള ശബരിമലയിലുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ സന്നിധാനത്തിന്റെ ഈ 18ാം പടി. നിലവിൽ 18ാം പടി കടന്ന് ഫ്ലൈ ഓവറിലൂടെ ചുറ്റിയാണ് ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാൻ കഴിയുന്നത്. നേരിട്ടുള്ള ദർശനത്തിനായി ദേവസ്വം ബോർഡ് തയ്യാറെടുപ്പ് ആരംഭിച്ചതോടെ 18ാം പടി കടക്കുന്നതിലെ വേഗം ഇനി തീർത്ഥാടനത്തിൽ കൂടുതൽ നിർണായകമാവും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7055, പവന് 56,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5,850, പവന് 46,800. വെള്ളി ഗ്രാമിന് 96 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അഡ്വൈസ് അവസാനിക്കും മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. മരണം കൊലപാതകമാണെന്ന സംശയം ഉന്നയിച്ച് കുടുംബം. കൊന്നു കെട്ടിത്തൂക്കാനുള്ള സാധ്യത പരിശോധിച്ചില്ല എന്ന ആക്ഷേപം. കുടുംബാംഗങ്ങൾ എത്തും മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് സംശയകരമെന്നും ആക്ഷേപം. നാടിനെ നടുക്കി നാട്ടികയിലെ റോഡപകടം. ലോറിയിൽ പാഞ്ഞുകയറി മരിച്ചത്. റോഡരികിൽ കിടന്നുറങ്ങിയ 5 പേർ. മരിച്ചവരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ലോറി ഓടിച്ചത് മദ്യലഹരിയിലെന്ന് പോലീസ്. ക്ലീനർക്കും ഡ്രൈവർക്കുമെതിരെ കേസ്. കെ സുരേന്ദ്രൻ BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരും. ഉടൻ നീക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം. മാധ്യമങ്ങളെ പഴിചാരി BJP അധ്യക്ഷൻ. നേതൃത്വത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ.
നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ PK കൃഷ്ണദാസ് പക്ഷം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രമക്കേടെന്ന ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിലെ അന്തരം പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടുത്താത്തതുകൊണ്ടെന്ന് വിശദീകരണം. നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ വേണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. हम भारत के लोग भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന് പ്രൗഢോജ്വല തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി. രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് പിന്നിൽ ഭരണഘടനയെന്ന് ദ്രൗപദി മുർമു. 75 രൂപ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പും പുളിയുമില്ല എന്ന് ആരോപിച്ച് മർദ്ദിച്ചുവെന്ന് പരാതി. ഭർത്താവ് രാഹുൽ P. ഗോപാൽ റിമാൻഡിൽ. മർദ്ദന വിവരം പുറത്തറിഞ്ഞത് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ. വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. ജാഗ്രത നൽകാനല്ലാതെ നടപടിയെടുക്കാൻ മാർഗമില്ലെന്ന് പോലീസ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കുടുംബം